ഭൂട്ടാൻ പട്ടാളം തൂക്കി വിൽക്കുന്ന വാഹനങ്ങൾ കേരളത്തിലെ നടന്മാർ വാങ്ങി ജാട കാണിക്കുന്നു. നികുതി വെട്ടിച്ച് ഭൂട്ടാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നത് 198 ആഡംബര വാഹനങ്ങൾ. ഇതിൽ കേരളത്തിൽ എത്ര എണ്ണം ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ അധികൃതർ പരിശോധിക്കുകയാണ്. പരിശോധന തുടരുന്നതിനിടെ സംസ്ഥാനത്ത് നിന്ന് 20ഓളം ആഡംബര SUV വാഹനങ്ങൾ കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്ന് മാത്രമായി 11 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ കരിപ്പൂർ എയർപോർട്ടിലെ കസ്റ്റംസ് ഓഫീസിലേക്ക് എത്തിക്കും. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലായി 7ഇടത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനം വാങ്ങിയതിന്റെ അടിസ്ഥാനത്തിലാണ് ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിൽ കസ്റ്റംസ് പരിശോധന നടത്തുന്നത്. വാഹന ഇടപാടിൽ ഇടനിലക്കാരായിട്ടുള്ളവരെ നേരത്തെ ചോദ്യം ചെയ്തിരുന്നു. കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറേറ്റ് ആണ് റെയ്ഡ് നടത്തുന്നത് എന്നാണ് വിവരം. രാജ്യവ്യാപകമായി നടക്കുന്ന ഓപ്പറേഷൻ നുങ്ഖോർ പരിശോധനയുടെ ഭാഗമാണ് കേരളത്തിലും റെയ്ഡ് നടക്കുന്നത്. വാഹന ഡീലർമാരിൽ നിന്നടക്കം ലഭിച്ച കണക്കുകളിലാണ് 198 വാഹനങ്ങൾ ഇതുവരെ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചത്. മുഴുവൻ വാഹനങ്ങളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് കസ്റ്റംസ് നീക്കം. ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങളാണ് നടന്മാർ വാങ്ങിയത്. അത് 5 മുതൽ 10 ലക്ഷം രൂപ വരെ വിലയ്ക്കാണ് ഇന്ത്യയിൽ നിന്നുള്ള സംഘം ഭൂട്ടാനിൽ നിന്നും കാർ എത്തിച്ചത്. ഇവ ഹിമാചൽ പ്രദേശിലെത്തി രജിസ്റ്റർ ചെയ്തു. HP52 എന്ന രജിസ്ട്രേഷൻ നമ്പറിലാണ് ഇത്തരത്തിൽ എത്തിച്ച വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തത്. 3 ലക്ഷത്തിനും 5 ലക്ഷത്തിനും 10 ലക്ഷത്തിനും എത്തിച്ച വാഹനങ്ങൾ 30 ലക്ഷത്തിനാണ് ഇന്ത്യയിൽ മറിച്ചുവിറ്റത്. ഇത്തരത്തിൽ വലിയ ക്രമക്കേടാണ് ഭൂട്ടാൻ പട്ടാളത്തിന്റെ വാഹന വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നടന്നത്. ഇന്ത്യക്കാർ പൊതുവെ കേട്ടിട്ടില്ലാത്ത വാക്കാണ് നുങ്ഖോർ എന്നത്. വാഹനം എന്ന അർത്ഥം വരുന്ന ഭൂട്ടാനി വാക്കാണ് നുങ്ഖോർ. രാജ്യാതിർത്തി കടന്നെത്തിയ വാഹനങ്ങളെക്കുറിച്ച് നടത്തുന്ന അന്വേഷണമായതുകൊണ്ടാണ് കസ്റ്റംസിന്റെ ഈ നടപടിക്ക് ഓപ്പറേഷൻ നുങ്ഖോർ എന്ന പേര് നൽകിയിരിക്കുന്നത്. കേരള ആൻഡ് ലക്ഷദ്വീപ് കസ്റ്റംസ് കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ 30 ഇടങ്ങളിൽ പരിശോധന. മലയാള സിനിമാ താരങ്ങൾക്കുൾപ്പെടെ നിരവധി ആളുകൾക്ക് ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ചെത്തിയ വാഹനങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചത്. മലയാളത്തിലെ യുവതാരങ്ങളായ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ് സുകുമാരൻ, അമിത് ചക്കാലക്കൽ എന്നിവരുടെ വീടുകളിലാണ് പരിശോധന നടന്നത്. ഇതിനു പുറമെ കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളിലും ഓപ്പറേഷൻ നുങ്ഖോറിന്റെ ഭാഗമായി പരിശോധന നടക്കുന്നുണ്ട്. ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ചതും വിന്റേജ് കാറ്റഗറിയിൽപ്പെടുന്നതുമായ വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിൽ എത്തിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇക്കാര്യത്തിൽ കസ്റ്റംസ് അന്വേഷണം ഊർജിതമാക്കിയത്. കേരളത്തിലെ ഏതാനും സിനിമാ താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും വ്യവസായികളും ഇത്തരത്തിൽ നിയമവിരുദ്ധമായി കടത്തിക്കൊണ്ടുവന്നിട്ടുള്ള വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് കസ്റ്റംസിന് വിവരം ലഭിച്ചിരുന്നു. ഭൂട്ടാൻ ആർമിയും മറ്റും ഉപേക്ഷിച്ച വാഹനങ്ങളാണ് ഇന്ത്യയിലേക്ക് എത്തിക്കുന്നത്. ഭൂട്ടാനിൽ നിന്ന് സൈന്യം ലേലം ചെയ്ത SUVകളും ഇടനിലക്കാർ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുകയും ഇവ ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്ത ശേഷം ഉയർന്ന വിലയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വിൽക്കുകയായിരുന്നു. ഇത്തരത്തിൽ നികുതി വെട്ടിച്ച് എത്തിയിട്ടുള്ള വാഹനങ്ങൾ 200ഓളം എണ്ണം കേരളത്തിൽ മാത്രം വിറ്റിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇതെല്ലാം കസ്റ്റംസിന്റെ പ്രിവന്റീവ് യൂണിറ്റുകൾ പിടിച്ചെടുക്കുമെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.